യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വീണ്ടും ഹൂതികളുടെ ആക്രമണം. ഗാസയ്ക്കടുത്തുള്ള ബിനൈ നെറ്റ്സാരിം പ്രദേശത്താണ് ഹൂതികൾ ഡ്രോണാക്രമണം നടത്തിയത്. തുടർന്ന് പ്രദേശത്ത് സൈറനുകൾ മുഴങ്ങി. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണിനെ ഇസ്രായേൽ വ്യോമസേന വിജയകരമായി തടഞ്ഞതായി IDF പറഞ്ഞു. ഗാസ അതിർത്തിക്കടുത്തും ഈജിപ്തിനുമടുത്തുള്ള തെക്കൻ ഇസ്രായേൽ പ്രദേശങ്ങളായ ബിനൈ നെറ്റ്സാരിമിലും നാവയിലും വ്യാഴാഴ്ച ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയതായി വൈനെറ്റ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണ വിവരം IDFനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണിനെ ഇസ്രായേൽ വ്യോമസേനാ ജെറ്റ് തടഞ്ഞതായി സൈന്യം അറിയിച്ചു. യമനിലെ ഹൂതി വിമതർ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ ആക്രമണം. കഴിഞ്ഞ വെള്ളിയാഴ്ച യമനിൽ നിന്നുള്ള മറ്റൊരു ഡ്രോൺ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തിയെന്നും സൈന്യം വ്യക്തമാക്കി. ഡ്രോണിനെ യുദ്ധവിമാനങ്ങൾ പിന്തുടരുകയും നിരവധി ഇന്റർസെപ്റ്റർ മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തതായി സൈന്യം അറിയിച്ചു. പിന്നീട് യമനിൽ നിന്ന് വിക്ഷേപിച്ച മറ്റൊരു ഡ്രോൺ ഇസ്രായേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് വ്യോമസേന തടഞ്ഞതായി IDF പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ ഹൂതികൾ ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടതിനെ തുടർന്ന് ജെറുസലേം പ്രദേശത്തുടനീളം സൈറനുകൾ മുഴങ്ങി. ജെറുസലേം, ബെയ്റ്റ് ലെമെഷ്, മാലെ അദുമീം, മേവാ സെരറ്റ്, സിയോൺ, ബെയ്റ്റർ ഇലിറ്റ്, കിര്യത്ത് അർബ, ഹെബ്രോൺ, ഡെഡ് സീ മേഖല എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സൈന്യം അറിയിച്ചു. സംഭവത്തിൽ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഉടൻ പുനരാരംഭിച്ചു. ഞായറാഴ്ച യമന്റെ തലസ്ഥാനമായ സാനായിൽ ഉപേക്ഷിക്കപ്പെട്ട പ്രസിഡന്റിന്റെ കൊട്ടാരം, ഇന്ധന ഡിപ്പോ, പവർ സ്റ്റേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. നിരവധി യുദ്ധവിമാനങ്ങൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യം 2000 കിലോമീറ്റർ അധികം അകലെയായിരുന്നു. യമനിലെ ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ക്ലസ്റ്റർ ബോംബ് ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് ഹൂതികൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി ഇസ്രായേലിന്റെ IDF തന്നെയാണ് അറിയിച്ചത്. ഇതിനു മറുപടിയായി വീണ്ടും ഇസ്രായേലിൽ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. യമനിൽ നിന്ന് മിസൈലുകൾ എത്തിയതോടെ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. യമൻ തലസ്ഥാനമായ സാനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ക്രൂരവും നിന്ദ്യവുമായ ആക്രമണമെന്നാണ് ഹൂതികൾ ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രതിരോധം തുടരുമെന്നും ഹൂതികൾ പ്രസ്താവനയിൽ അറിയിച്ചു. പിന്നാലെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിലേക്ക് മിസൈൽ എത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചു. മിസൈലിനെ വിജയകരമായി പ്രതിരോധിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലും ജെറുസലേമിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും സൈറനുകൾ മുഴങ്ങി. കഴിഞ്ഞ ദിവസം ഹൂതികൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂതി തീവ്രവാദികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയത്. പിന്നാലെ ഹൂതികൾ മിസൈൽ ആക്രമണവും നടത്തി.